സുഹൃത്തുക്കളെ, കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ ഇന്ത്യയിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് നോക്കാം. എയർപോർട്ടുകളിൽ ഗുരുതര സുരക്ഷാ വീഴ്ചകൾ. വിമാനാപകടം നടന്ന് 2 ആഴ്ച കഴിയുമ്പോൾ സിവിൽ ഏവിയേഷൻ ഡയറക്ടർ നടത്തിയ പരിശോധനയിലാണ് ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയത്. തേയ്മാനം വന്ന ടയറുകളുമായി സർവീസ് നടത്തുന്ന വിമാനങ്ങൾ, റൺവേയിൽ മാഞ്ഞുപോയ അടയാളങ്ങൾ, സീറ്റുകൾക്കിടയിൽ കൃത്യമായി അറേഞ്ച് ചെയ്യാത്ത ലൈഫ് സേഫ്റ്റി ജാക്കറ്റ്സുകൾ എന്നിവയാണ് കണ്ടെത്തിയത്. ഡൽഹി, മുംബൈ വിമാനത്താവളങ്ങളിലാണ് പരിശോധന നടത്തിയത്. ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ വിമാനത്താവളങ്ങളിൽ പരിശോധനയുണ്ടാവുമെന്ന് അറിയിച്ചു. ഇന്ത്യയുടെ തലയില്ലാത്ത ഭൂപടം നൽകിയതിന് കേസെടുത്തു പോലീസ്. കേരളത്തിലെ പ്രമുഖ ഹോസ്പിറ്റൽ ഗ്രൂപ്പായ കോഴിക്കോട് മെയ്ത്ര ഹോസ്പിറ്റലിനെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. ജമ്മു കാശ്മീരിനെ ഒഴിവാക്കിയാണ് ഇവർ ഇന്ത്യയുടെ ഭൂപടം ക്രിയേറ്റ് ചെയ്തത്. ഒരു പരസ്യ ചിത്രത്തിന് വേണ്ടിയാണ് ഇവർ ഇത് ചെയ്തത്. പുതിയ ഇലക്ട്രോണിക് ബസ്സുകൾ അവതരിപ്പിച്ച് കേന്ദ്ര സർക്കാർ. 2 മിനിറ്റിൽ ഫ്ലാഷ് ചാർജ് ചെയ്ത് 40 കിലോമീറ്റർ ഓടാൻ ഈ പുതിയ ബസ്സിന് സാധിക്കും. ടാറ്റ മോട്ടോഴ്സാണ് ഈ ബസ് പുറത്തെത്തിക്കുന്നത്. അടുത്ത മാസം മുതൽ ഈ ബസ്സുകൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങും. ആദ്യ പരീക്ഷണ ഓട്ടം ഡൽഹി, ബാംഗ്ലൂർ, ജയ്പൂർ, ചെന്നൈ എന്നീ നഗരങ്ങളിലായിരിക്കും. ഇന്ധന വിപണിയിൽ അദാനിയും അംബാനിയും ഒന്നിക്കുന്നു. ഇന്ത്യയിൽ വിൽക്കുന്ന ഇന്ധനത്തിന്റെ ഗുണനിലവാരം കൂട്ടാൻ വേണ്ടിയാണ് ഈ പദ്ധതി. അദാനി ടോട്ടൽ ഗ്യാസും റിലയൻസ് BP മൊബിലിറ്റിയുമാണ് ഒന്നിക്കുന്നത്. ഇതുപ്രകാരം അദാനി ടോട്ടൽ ഗ്യാസ് ഔട്ട്ലെറ്റുകളിൽ റിലയൻസ് പെട്രോളും ഡീസലും വിൽക്കും. ജിയോ BP പമ്പുകളിൽ അദാനി ഗ്യാസും വിൽക്കും. ജനങ്ങൾക്ക് മികച്ച സേവനമാണ് ഇതുമൂലം കിട്ടാൻ പോകുന്നത്. കേരള ലേറ്റസ്റ്റ് വെതർ അപ്ഡേറ്റ്സ്. വയനാട് ഉൾപ്പെടെ 4 ജില്ലകൾക്ക് ഓറഞ്ച് അലർട്ട്. അതിശക്തമായ മഴയ്ക്ക് മുന്നറിയിപ്പുമുണ്ട്. ഫോളോ ഫോർ ഡെയിലി അപ്ഡേറ്റ്സ്.